AKG സെന്റർ പിണറായിയുടെയും കുടുംബത്തിന്റെയും തറവാട് സ്വത്ത്. വീണയുടെ കമ്പനിയുടെ അഡ്രസ് ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ ഗോവിന്ദൻ മാഷ് ഇനി എന്തു പറയുമെന്ന ചോദ്യം കേന്ദ്രവും വീണയുടെ കമ്പനിയുടെ വിലാസത്തിന് പിന്നാലെയാണ്. ബംഗളൂരുവിൽ വീണ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് CPMന്റെ പാർട്ടി ആസ്ഥാനമായ AKG സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും മുൻപ് ഇതേപ്പറ്റി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. കമ്പനിയുടെ അഡ്രസ് പരിശോധിക്കേണ്ട കാര്യമില്ലെന്നും ഇതിന്റെ രേഖകൾ AKG സെന്ററിൽ ഇല്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ മറുപടി. 2014 വീണ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയും കുടുംബവും തലസ്ഥാനത്താണ് താമസിച്ചിരുന്നത്. അവർ താമസിച്ചിരുന്നത് AKG സെന്ററിനടുത്തുള്ള പാർട്ടി വക ഫ്ളാറ്റിലായിരുന്നു. പക്ഷേ ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഫ്ളാറ്റിന്റെ വിലാസത്തിന് പകരമായാണ് വീണ AKG സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നോമിനിയായി വെച്ച അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലെ വീടിന്റേതായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷമാണ് എക്സലോജിക് കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് എന്നതും ശ്രദ്ധേയം. സോഫ്റ്റ്വെയർ കമ്പനിയാണെങ്കിലും കമ്പനി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകളെ കുറിച്ചോ ഇടപാടുകാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കോ കൃത്യമായ മറുപടി നൽകാൻ കമ്പനിക്കോ പാർട്ടിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തേക്ക് IT കമ്പനികളുടെ നിക്ഷേപം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് IT വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ മകൾ മറ്റൊരു സംസ്ഥാനത്ത് എക്സലോജിക് എന്ന IT കമ്പനി നടത്തുന്നത്. ഇതിലെ ശരികേട് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. എക്സലോജിക്കിന്റെ ഇടപാടുകൾ അന്വേഷിക്കാനുള്ള കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തില്ല. മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കാതെ വീണയുടെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അന്വേഷണത്തിന് പ്രാധാന്യം നൽകി പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ് CPM എടുത്ത നിലപാട്. അതേസമയം കോടിയേരി സഖാവിന്റെ മകൻ ബിനീഷും വീണയ്ക്ക് നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് എന്ന് കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സലോജിക് കമ്പനി 1.72 കോടി രൂപ മാസപ്പടി വാങ്ങി എന്ന ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാസപ്പടി വിവാദം ചോർത്തി നൽകിയത് CPM മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് എന്ന വാദം മുറുകുകയാണ്. വിവാദം പുറത്തു വന്നപ്പോൾ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജാണ് SFIOയ്ക്കും അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും പരാതി നൽകിയത്. ഷോണും ബിനീഷ് കോടിയേരിയും അടുത്ത സുഹൃത്തുക്കളാണ്. രാഷ്ട്രീയമായി പിണറായി വിജയൻ ബിനീഷ് കോടിയേരിയെ അടുപ്പിക്കുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. ഇതിലുള്ള അരിശമാണ് ബിനീഷ് തീർത്തതെന്നും ആരോപണം ഉയരുന്നുണ്ട്. വീണയുടെ കമ്പനിയായ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പരാതികളിൽ അന്വേഷണം വേണം എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 3 അംഗ സംഘമാണ് അന്വേഷണം നടത്തുക. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, പോണ്ടിച്ചേരി ROCO ഗോകുൽനാഥ്, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 3 വർഷത്തിനിടെ 1.72 കോടി രൂപ ലഭിച്ചു എന്ന ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചത്. വീണയുടെ കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തി എന്നാണ് ഉത്തരവിൽ പറയുന്നത്. CMRL, KSIDC എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. 3 സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും സമിതി വിശദമായി പരിശോധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ.